നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. റെന്റിന് കൊടുത്ത കാർ തിരിച്ചു പിടിക്കാനെത്തിയ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. കാറിന്റെ ബോണറ്റിൽ പിടിച്ചു തൂങ്ങിയ രക്ഷപ്പെടാൻ ശ്രമിച്ച ആലുവ പാനായിക്കുളം സ്വദേശി കൊടിയൻ വീട്ടിൽ സോളമനെ കാറിന്റെ ബോണറ്റിൽ കിടത്തി കാർ ഓടിച്ചത് 5 കിലോമീറ്റർ ദൂരം. ഞെട്ടിക്കുന്ന സംഭവമുണ്ടായത് ഇന്ന് രാവിലെ എരുമപ്പെട്ടിയിലായിരുന്നു. നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് കാർ തടഞ്ഞ് യുവാവിനെ രക്ഷപ്പെടുത്തി. തൃശൂർ തിരൂർ പോട്ടൂർ സ്വദേശി നാലകത്ത് വീട്ടിൽ ബക്കറാണ് ക്രൂരകൃത്യം നടത്തിയത്. ബക്കറിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഒക്ടോബർ 20-നാണ് ബക്കർ വിവാഹ ആവശ്യത്തിനാണെന്ന് പറഞ്ഞ് സോളമന്റെ കാർ റെന്റിനെടുത്തത്. പിന്നീട് കാർ തിരികെ നൽകാൻ തയ്യാറായില്ല. സോളമൻ ബിനാനിപുരം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ വണ്ടി കാണാതായിട്ടാണ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. അതിനുശേഷം ഇവിടെ വെച്ച് ഈ വണ്ടി കണ്ടപ്പോൾ ഞാൻ വട്ടം നിന്നു സംസാരിക്കാൻ പോയ ആളെ ഇടിച്ചിട്ടു. അപ്പൊ ആ ഇടിച്ചിരുന്ന പുറത്ത് ഞാൻ ഈ വണ്ടിയുടെ മുകളിലേക്ക് ചാടി കയറി. ആ കണ്ടീഷനിൽ തന്നെ ഒരു 10 കിലോമീറ്ററിൽ ഓടിച്ചു പുള്ളി. പിന്നെ ഇവിടെ നാട്ടെല്ലാം കൂടി വട്ടം ചേർന്നിട്ടാണ് ഈ വണ്ടി പിടിച്ചിരുത്തിയതും എല്ലാം. ഇപ്പൊ എനിക്ക് ജീവിതം രക്ഷിച്ചിട്ടേ അല്ലെങ്കിൽ എനിക്ക് ഒന്നാണ് ഇയാളുണ്ട്. ഈ പോലീസുകാരെ ഇടപെട്ടുണ്ട് അതല്ലേ? പോലീസുകാർ ഇപ്പൊ കേസെടുക്കാന്ന് പറഞ്ഞു. ഇതിന് വേണ്ടിയിട്ട് കാറിന്റെ GPS ലൊക്കേഷൻ നോക്കി അന്വേഷണം നടത്തി വരുന്നതിനിടയിൽ കാർ എരുമപ്പെട്ടി വെള്ളറക്കാട് പ്രദേശത്ത് വെച്ച് കാണുകയും തടയുകയും ചെയ്തു. ഇതിനിടയിലാണ് കാർ മുന്നോട്ടെടുത്ത് സോളമനെ ഇടിച്ചു തെറിപ്പിക്കാൻ ശ്രമിച്ചത്. രക്ഷപ്പെടാൻ വേണ്ടി സോളമൻ കാറിന്റെ ബോണറ്റിലേക്ക് ചാടിക്കയറി വൈപ്പറിൽ തൂങ്ങിപ്പിടിച്ചു കിടന്നു. എന്നാൽ കാർ നിർത്താതെ ബക്കർ അതിവേഗത്തിൽ ഓടിച്ചു വടക്കാഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്നു. ഇതിനിടയിൽ സോളമൻ ദൃശ്യങ്ങൾ തന്റെ മൊബൈൽ ഫോണിൽ പകർത്തിയിരുന്നു. നാട്ടുകാർ പലയിടത്ത് വെച്ച് കാർ തടയാൻ ശ്രമിച്ചെങ്കിലും ബക്കർ കാർ നിർത്തിയില്ല. തുടർന്നാണ് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് സമീപം വെച്ച് നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് കാർ തടഞ്ഞത്. സംഭവത്തെക്കുറിച്ച് എരുമപ്പെട്ടി പോലീസ് വിശദമായി അന്വേഷണം നടത്തിവരികയാണ്. അപ്പോഴാണ് എന്നെ ഇടിച്ചിട്ട് ഈ ബോണറ്റിലെത്തി കൊണ്ടുവന്നത് ഇയാള്. വണ്ടിയില് ഏകദേശം ഒരു 90 കിലോമീറ്റർ സ്പീഡിന് മേളിലാണ് ആള് വണ്ടി ഓടിച്ചത്. അതിന്റെ ഒരു വീഡിയോ ഞാൻ ചെറുതായിട്ട് വാർത്തയായിരുന്നു. പിന്നെ CCTV ഒക്കെ നോക്കി അറിയാൻ പറ്റും. കുറെ ആൾക്കാര് വട്ടം വെച്ച് തരാൻ ശ്രമിച്ചെങ്കിൽ പോലും ഇയാൾ വണ്ടി നിർത്താൻ കൂട്ടാക്കിയില്ല. ഇയാൾ സ്പീഡിൽ ഓടിച്ചു വരിക ചെയ്തത് വണ്ടി. അങ്ങനെ ഓടിച്ചു വന്ന് സത്യം പറഞ്ഞാൽ ഞാൻ താഴെ വേണ്ടി ഞാൻ മരിച്ചു പോകാൻ. ആ അവസ്ഥയിലായിരുന്നു അയാളുടെ ഡ്രൈവിങ്. അയാള് മോട്ടിവേഷനോടെ ചെയ്ത കാര്യമാണത്. കൊല്ലാൻ ശ്രമിച്ച് മനപ്പുറം ചെയ്ത കാര്യമാണ്. എന്താണ് ഇതിനകത്തുള്ള മോട്ടിവേഷൻ അറിയില്ല. എന്നാലും എനിക്ക് അയാളുടെ വേറെ സാമ്പത്തിക ഇടപാടൊന്നും ഒന്നുമില്ല. എനിക്ക് ആയുള്ളത് ഈ വണ്ടി കൊണ്ടുപോകാൻ ഒരു ബാധ്യത മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ വണ്ടി എനിക്ക് തിരിച്ചെന്നാൽ തീരാൻ പ്രശ്നമുള്ളൂ. പത്രിക സമർപ്പിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഇന്ന് 3 മണി വരെ പത്രിക സമർപ്പിക്കാം. ഇതുവരെ 95,369 പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത്. ഏറ്റവും കൂടുതൽ പത്രികകൾ ഉള്ളത് തൃശ്ശൂരിലാണ്. പലയിടത്തും മുന്നണികൾക്ക് ഭീഷണിയായി വിമതർ രംഗത്തുണ്ട്. ശനിയാഴ്ചയാണ് സൂക്ഷ്മ പരിശോധന നടക്കുക. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി തീരുന്നത് തിങ്കളാഴ്ചയാണ്. അതേസമയം പ്രചരണം കൊഴുപ്പിക്കുകയാണ് മുന്നണികൾ. വീറും വാശിയും നിറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ഇതോടെ രാഷ്ട്രീയ കേരളം പ്രവേശിക്കുന്നുണ്ട്. പത്രികാ സമർപ്പണം പൂർത്തിയാകുന്നതോടെ മത്സരചിത്രം തെളിയും. വിമതരെയും അസന്തുഷ്ടരെയും അനുനയിപ്പിക്കാൻ 18 അടവും പയറ്റുകയാണ് പാർട്ടികൾ. ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്ക് ഭീഷണിയാകുന്ന വിമതരുടെയും സ്വതന്ത്രരുടെയും പത്രിക പിൻവലിക്കാൻ അണിയറ ശ്രമങ്ങൾ സജീവമാണ്. അതിന് തയ്യാറാകാത്തവർക്ക് അച്ചടക്ക നടപടി നേരിടേണ്ടി വരും. മത്സരചിത്രം തെളിയുന്നതോടെ തെരഞ്ഞെടുപ്പ് പോർക്കളം സജീവമാകും. ഇനിയുള്ള ദിവസങ്ങളിൽ കൺവെൻഷനുകളും വീട് കയറുള്ള വോട്ട് തേടലുമെല്ലാം സജീവമാകും. 3-4 റൗണ്ട് വരെ സ്ഥാനാർത്ഥികൾ ഓരോ വീട്ടിലുമെത്താൻ സാധ്യതയുണ്ട്. പ്രചരണത്തിന് സൈബർ സാധ്യതകളും പാർട്ടികൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ പാർട്ടികൾ ഇതിനകം മേൽക്കൈ നേടിയിട്ടുണ്ട്. പത്രികാ സമർപ്പണത്തിന്റെയും സൂക്ഷ്മ പരിശോധനയുടെയും പത്രിക പിൻവലിക്കാനുള്ള സമയപരിധിയും പൂർത്തിയാകുന്നതോടെ പ്രചരണത്തിന് തീപിടിക്കും. തലമുതിർന്ന നേതാക്കൾ വരെ ക്യാമ്പ് ചെയ്താണ് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളുടെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ജനഹിത പരിശോധനയായതിനാൽ അരയും തലയും മുറുക്കി തന്നെയാണ് മുന്നണികൾ പ്രചരണ രംഗത്ത് സജീവമാകുന്നത്. കുന്നംകുളം നഗരസഭയിലേക്ക് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളുടെ വിജയം സുനിശ്ചിതമാക്കാൻ വേണ്ടി LDF നഗരസഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ടൗൺ ഹാളിൽ ചേർന്ന കൺവെൻഷൻ AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. NCPS ജില്ലാ സെക്രട്ടറി E.A. ദിനമണി അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ബാലാജി, ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ, ഏരിയ സെക്രട്ടറി K. കൊച്ചനിയൻ, CPI മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലാത്ത്, അബ്ദുൾ ജലീൽ, V. പ്രിൻസ്, സീത രവീന്ദ്രൻ, PM സുരേഷ്, PG ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു.
തുടർന്ന് വിവിധ വാർഡുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുകയും ഷാൾ സ്വീകരിക്കുകയും ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചൂണ്ടൽ പഞ്ചായത്ത് കൺവെൻഷൻ ചേർന്നു. ത്രിതല തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയം സുനിശ്ചിതമാക്കാൻ വേണ്ടിയാണ് കൺവെൻഷൻ നടത്തിയത്. കേച്ചേരി സിറ്റി മഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. CPI മണലൂർ മണ്ഡലം എക്സിക്യൂട്ടീവ് അംഗം CJ ജിജു അധ്യക്ഷനായി. NCPS സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ മാസ്റ്റർ, CPIM ജില്ലാ കമ്മിറ്റി അംഗം ഉഷ പ്രഭുകുമാർ, കേരള കോൺഗ്രസ് ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജോർജ് കൂനമുജി, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, CPIM നേതാക്കളായ MB പ്രവീൺ, TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, PB അനൂപ്, M പീതാംബരൻ, TM ഫൈസൽ, KA സൈഫുദ്ദീൻ, മുതിർന്ന നേതാക്കളായ TK വർഗീസ്, KP വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ചൂണ്ടൽ, മുല്ലശ്ശേരി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ നിന്നും ജനവിധി തേടുന്ന M പത്മിനി ടീച്ചർ, രാകേഷ് കണിയാമ്പറമ്പിൽ എന്നിവരെ ഹാരമണിയിച്ച് സ്വീകരിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കേച്ചേരി ഡിവിഷൻ സ്ഥാനാർത്ഥി രമ വേലായുധൻ, ചൂണ്ടൽ ഡിവിഷൻ സ്ഥാനാർത്ഥി KS ജിനി എന്നിവരെയും ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളായ ഷീബ ശിവരാമൻ, KA രമേശ്, ജുലറ്റ് വിനു, ഷീബ ജയപ്രകാശ്, CA ലിജു, ഡോക്ടർ സലീമ BV, സബീന റൌഫ്, TK ഹക്കീം, VK ഹരിദാസൻ, CJ ലിയോൺസ്, PS സഹല, സിനി പ്രസാദ്, ഭവ്യ നിഖിൽ, ഷീല സുരേഷ്, സച്ചിൻ പ്രകാശ്, PM ഉമ്മർ, മിനി രാജേഷ്, ശൈലജ പുഷ്പാകരൻ, AK ആന്റണി, ജിഷ സുനിൽകുമാർ എന്നിവരെ പരിചയപ്പെടുത്തുകയും ഹാരാർപ്പണവും നടത്തി. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായി CJ ജിജു ചെയർമാൻ, MB പ്രവീൺ കൺവീനർ, TC സെബാസ്റ്റ്യൻ മാസ്റ്റർ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. വടക്കേക്കാട് പഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 18 സീറ്റിൽ 16 എണ്ണത്തിൽ കോൺഗ്രസും, ഒരു വാർഡിൽ മുസ്ലിം ലീഗും, ഒരു വാർഡിൽ UDF സ്വതന്ത്രയും മത്സരിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പട്ടികയിൽ 12 പേർ പുതുമുഖങ്ങളാണ്. 11ാം വാർഡിലാണ് ലീഗ് മത്സരിക്കുക. കഴിഞ്ഞ ഭരണസമിതിയിൽ 2 പ്രസിഡന്റുമാരും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും മത്സരിക്കുന്നുണ്ട്. വാർഡ് 1 ഇരിഞ്ഞിപ്പടിയിൽ അഷ്റഫ് തറയിൽ, വാർഡ് 2 കല്ലിങ്ങൽ K അജയകുമാർ, 3 പറയങ്ങാട് AM ഷിബില, 4 കൗക്കാനപ്പെട്ടിയിൽ VK ഫസലുൽ അലി, 5 കൊച്ചന്നൂരിൽ EM സലീം, 6 പാലക്കുഴിയിൽ കൃഷ്ണകുമാരി ശ്രീധരൻ, 7 ചക്കിത്തറ ശ്രീധരൻ ചെക്കുന്തല, 8 അഞ്ഞൂർ മിൽന സിൻഡോ, 9 വയലത്തൂരിൽ NMK നബീൽ, 10 കച്ചേരിപ്പടിയിൽ സീജ മൊയ്തുണി, 11 വയലത്തൂർ പടിഞ്ഞാക്കരയിൽ കൊമ്പത്തകായിൽ ഹൈറനീസ കബീർ, 12 നായരങ്ങാടിയിൽ KV റഷീദ്, 13 വട്ടംപാടത്ത് RM അബൂബക്കർ, 14 ഞമനങ്ങാട് നിഷ ബിനോജ്, 15 കൊമ്പൻതറ ഷംസീന കബീർ, 16 തെക്കേക്കാട് ജിൽസി ബാബു, 17 കല്ലൂർ സുഹ്നി മുഹമ്മദ് ഷാനി, 18 തിരുവളയനൂർ ആതിര ആലുക്കൽ UDF സ്വതന്ത്ര എന്നിവരാണ് മത്സരരംഗത്തുള്ളത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ചെറുപ്പക്കാരെ സ്ഥാനാർത്ഥികളാക്കിയും ഭരണസാരഥ്യം ഏൽപ്പിച്ചും കഴിഞ്ഞ തവണ LDF പുതുചരിത്രം സൃഷ്ടിച്ചിരുന്നു. പരീക്ഷണം വിജയം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇക്കുറിയും വിദ്യാർത്ഥി യുവജന നേതാക്കളെ രംഗത്തിറക്കിയിരിക്കുകയാണ് ഇടതുപക്ഷം. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ഭരണസമിതിയിൽ വിദ്യാർത്ഥി യുവജന നേതാക്കളായ TP പ്രജീഷ്, PS സന്ദീപ്, ഹസനുൽ ബന്ന, NS ജിഷ്ണു എന്നിവർ അംഗങ്ങളായിരുന്നു. ഇക്കുറി വിദ്യാർത്ഥി രംഗത്തിലൂടെ നേതൃനിരയിലെത്തി DYFI നേതാക്കളായ 2 പേരെ കളത്തിലിറക്കിയിരിക്കുകയാണ് ഇടതുപക്ഷം. DYFI കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സച്ചിൻ പ്രകാശ്, ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം PS സഹല എന്നിവരെയാണ് മത്സര രംഗത്തിറക്കിയിട്ടുള്ളത്. വാർഡ് 15-ൽ നിന്നും ജനവിധി തേടുന്ന സച്ചിൻ പ്രകാശ് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് SFI നേതാവാകുന്നത്. കോളേജ് യൂണിയൻ ഫൈൻ ആർട്സ് സെക്രട്ടറിയായും SFI ജില്ലാ വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചു. 11ാം വാർഡ് പെരുവൻമലയിൽ നിന്നുമാണ് PS സഹല മത്സരിക്കുന്നത്. ശ്രീകൃഷ്ണയിലെ വൈസ് ചെയർപേഴ്സണും SFI കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്നു. കഴിഞ്ഞ പ്രളയകാലത്തും കോവിഡ് മഹാമാരിക്കാലത്തും പഞ്ചായത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ക്വാറന്റൈൻ സെന്ററുകളിലും RRT വളണ്ടിയർമാരായി സേവനം അനുഷ്ഠിച്ചും കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ മൃതദേഹങ്ങൾ മറവു ചെയ്യുന്നതിനും സമൂഹ അടുക്കളയിൽ തയ്യാറാക്കിയ ഭക്ഷണം വീടുകളിലെത്തിക്കുന്നതിനും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചവരായിരുന്നു സച്ചിനും സഹലയും. നാട്ടിൽ അംഗീകാരമുള്ള യുവാക്കളെ കണ്ടെത്തി സംഘടനാ രംഗത്തേക്കും ഭരണരംഗത്തേക്കും കൊണ്ടുവരിക എന്ന CPIMന്റെ ദീർഘവീക്ഷണമാണ് സച്ചിന്റെയും സഹലയുടെയും സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിലുള്ളത്. ചാലിശ്ശേരി പഞ്ചായത്ത് 6ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി INTUC തൊഴിലാളി MT മൊയ്തീൻകുട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക സഹപ്രവർത്തകർ ചേർന്ന് സമാഹരിച്ച് നൽകി. വ്യാഴാഴ്ച കാലത്ത് 11 മണിക്ക് വരണാധികാരി മുൻപാകെ പത്രിക സമർപ്പിച്ചു. ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PV ഉമ്മർ മൗലവി, മണ്ഡലം സെക്രട്ടറി ഗോപിനാഥൻ കുറുപ്പത്ത്,
വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് CP ചന്ദ്രൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ് TV ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, യൂണിയൻ ലീഡർ NP ചന്ദ്രൻ, NC ഉണ്ണികൃഷ്ണൻ, KK സുകുമാരൻ, അബ്ദുള്ള കൊടക്കഞ്ചേരി, PK പ്രകാശൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ വേദിയിൽ അപൂർവമായ സംഗീതാനുഭവം പകർന്ന് ഡോക്ടർ സുരേഷ് വൈദ്യനാഥൻ മൃദംഗത്തിന്റെയും തബലയുടെയും സ്വരങ്ങൾ വാക്കൊണ്ടു പാടുന്ന രീതിയായ കൊന്നക്കോൽ എന്ന സംഗീത രീതിയിൽ മൃത്യുക വൈഭവം എന്ന പേരിൽ കർണാട്ടിക് ഫ്യൂഷൻ തീർത്താണ് ഇദ്ദേഹം ആസ്വാദകരെ വിസ്മയിപ്പിച്ചത്. ഗുരുവായൂരപ്പനെ അപ്പൻ എന്ന കീർത്തനം ഗൗളരാഗത്തിലും, ബാലകൃഷ്ണൻ പദമലർ എന്ന കീർത്തനം ധന്യാസി രാഗത്തിലും, തുടർന്ന് കാളിയമർദ്ദനവും രാഗം താനം പല്ലവി ഗരഹരപ്രിയ രാഗത്തിലും അവതരിപ്പിച്ചു. പത്മനാഭ പ്രഭു പാഹിമാം എന്ന പല്ലവിയും വിസ്തരിച്ച് അവതരിപ്പിച്ചാണ് കച്ചേരി അവസാനിപ്പിച്ചത്. ആലാപനത്തിൽ അക്ഷയ് പത്മനാഭനും കൂട്ടായി. ഡോക്ടർ ബദ്രി നാരായണൻ വയലിനിലും, രക്ഷിത രമേശ് വീണയിലും, അരവിന്ദ് രഘുരാമൻ മൃദംഗത്തിലുമായി പക്കമേളമൊരുക്കി. അപേക്ഷ പാലയുടെയും ഡോക്ടർ ശ്രീദേവ് രാജഗോപാലിന്റെയും കച്ചേരികളും വിസ്മയം തീർത്തു. ചാലിശ്ശേരി ഗ്രാമത്തിലെ വലിയ പെരുന്നാളിന്റെ ഭാഗമായി ഗജവീരന്മാർക്ക് സ്വീകരണവും പെരുന്നാൾ വിളംബരവും നടന്നു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ 160ാമത് ശിലാസ്ഥാപന പെരുന്നാളിന്റെ ഭാഗമായിട്ടാണ് ആഘോഷങ്ങൾ നടത്തിയത്. വ്യാഴാഴ്ച വൈകിട്ട് പ്രാദേശിക കമ്മിറ്റികളായ ക്രിസ്ത്യൻ ബ്രദേഴ്സ്, ആമേൻ ഫ്രണ്ട്സ്, കുന്തൻ മേലെഭാഗം, മില്ലേനിയം ഹെവൻലി വോയിസ് ഈസ്റ്റ് ബസാറ്, ഓൾഡ് കുന്തൻ എന്നീ പ്രാദേശിക കമ്മിറ്റിക്കാർ ആനയെ സ്വീകരിച്ച് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പെരുന്നാൾ വിളംബരം നടത്തി. പള്ളിയിലെത്തി സംയുക്ത ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 9ഓളം പ്രാദേശിക ആഘോഷങ്ങൾ പെരുന്നാളിൽ പങ്കെടുത്തു. പടുതല ഗവൺമെന്റ് UP സ്കൂളിൽ ലഹരിക്കെതിരെ കുട്ടികൾക്കായി ബോധവൽക്കരണം നടത്തി. പൊന്നാനി സിവിൽ പോലീസ് ഓഫീസർ ഗമർനീസ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. കുട്ടികളുടെ അമിത മൊബൈൽ ഫോൺ ഉപയോഗം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, വർദ്ധിച്ചുവരുന്ന ആത്മഹത്യ പ്രവണത തുടങ്ങിയ വിഷയങ്ങളിലായിരുന്നു ബോധവൽക്കരണം. കുട്ടികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രധാനാധ്യാപിക രേഖ KV സ്വാഗതവും SRG കൺവീനർ ആശ ജിഷി നന്ദിയും പറഞ്ഞു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,410 രൂപ, സ്വർണം പവന് 91,280 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 161 രൂപ. ചർമ്മം മറ്റം പണ്ടാരിക്കൽ കുട്ടാപ്പു മകൻ ബാലൻ നിര്യാതനായി. 76 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 3 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. തങ്കമണി ഭാര്യയും സൗമിനി, ഗോപി, സന്തോഷ് എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.